നമസ്തേ. സൂത്രം 42 സവിതർക്ക സമാപത്തിയെക്കുറിച്ച് പറഞ്ഞു. സമാപത്തികൾ 4 തരത്തിലുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് സവിതർക്ക സമാധി. വസ്തുജ്ഞാനം ഉണ്ടാകുന്നത് വസ്തുവിൻ്റെയും അതിൻ്റെ പേരിൻ്റെയും അതിൻ്റെ അർത്ഥത്തിൻ്റെയും തലങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മിശ്രിതമായ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അവയെ വെവ്വേറെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയിലുള്ള സമാപത്തിയാണ് സവിതർക്ക സമാപത്തി. രണ്ടാമത്തെ സമാപത്തിയെ കുറിച്ചാണ് സൂത്രം 43 പറയുന്നത്. സ്മൃതി പരിശുദ്ധവും സ്വരൂപശൂന്യേവ അർത്ഥമാത്ര നിർഭാസ നിർവിതർക്ക. നിർവിതർക്ക എന്ന സമാപത്തിയെ കുറിച്ച് പറയും. സ്മൃതി പരിശുദ്ധവും സ്വരൂപശൂന്യ ഇവ അർത്ഥമാത്ര നിർഭാസ നിർവിതർക്ക. സ്മൃതി ഓർമ്മ, സ്മരണ. പരിശുദ്ധവും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ഓർമ്മകൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ഓർമ്മകൾ ഇല്ലാതാകുമ്പോൾ. സ്വരൂപ അതിൻ്റെ സ്വത്വം, സ്വരൂപം തന്നെ, അതിൻ്റെ ഗ്രഹണാത്മകമായ രൂപം ശൂന്യ ഇല്ലാതാകും. ഇവ അതുപോലെ അർത്ഥമാത്ര നിർഭാസം, കേവലം അർത്ഥജ്ഞാനം മാത്രം ഉണ്ടാകുന്നത് നിർവിതർക്കം എന്ന സമാപത്തിയാകുന്നു. കേവലം പ്രത്യക്ഷ അർത്ഥത്തെ മാത്രം പ്രകാശിപ്പിക്കുന്ന ചിത്തവൃത്തിയാണ് നിർവിതർക്ക സംപ്രജ്ഞാത സമാധി. മുൻ സൂത്രത്തിൽ കണ്ട സവിതർക്ക സമാപത്തിയിൽ 3 വസ്തുക്കളാണ് ഉള്ളത്: ശബ്ദം, അർത്ഥം, ജ്ഞാനം. നിർവിതർക്കത്തിൽ വസ്തുവിനെ അതിൻ്റെ അർത്ഥവിശേഷ രൂപത്തിൽ, അതിൻ്റെ ആശയരൂപത്തിൽ മാത്രം കാണാൻ കഴിയും. ചിത്തത്തിന്റെ ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് നിർവിതർക്ക സമാപത്തി എന്ന് പറയുന്നു. അപ്പൊ ശബ്ദം, അർത്ഥം, ജ്ഞാനം എന്നിങ്ങനെ വെവ്വേറെ തിരിച്ചറിയുന്നതാണ് സവിതർക്ക സമാപത്തി. നിർവിതർക്കത്തിൽ ഇതെല്ലാം ചേർന്നിട്ട് ഒരാശയതലം മാത്രം ഉണ്ടാവുകയാണ്. അതായത് ജ്ഞാനം മാത്രം ഉള്ളിൽ ഉണ്ടാവും. ഓർമ്മ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മനസ്സ് സ്വന്തം സ്വഭാവം ഇല്ലാത്തതായി കാണപ്പെടും. മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സങ്കല്പവും വികല്പവുമാണ്. ഓർമ്മകളും തെറ്റായ വിചാരങ്ങളുമാണ്. ഇവ രണ്ടും ഇല്ലാതെയാവും. സങ്കല്പ വികല്പമില്ലാത്തതായി മനസ്സ് കാണപ്പെടും. വസ്തു മാത്രമേ ഉള്ളിൽ പ്രകാശിക്കുന്നുള്ളൂ. ഇതാണ് നിർവിതർക്ക സമാപത്തി. പദാർത്ഥങ്ങളുടെ ഗ്രാഹ്യസ്വരൂപമാണ് ഇവിടെ വിഷയീഭവിക്കുന്നത്. സ്മൃതിക്ക് ഇവിടെ സ്ഥാനമില്ല. യഥാർത്ഥമായ വസ്തുജ്ഞാനമാണ് നിർവിതർക്കത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഗ്രാഹ്യരൂപത്തോട് ചേർന്നതും ഭാവനകളില്ലാത്തതും ഗ്രാഹ്യ പദാർത്ഥ സ്വരൂപയുക്തവുമാണ് നിർവിതർക്ക സമാപത്തി എന്ന് വ്യാസൻ പറയുന്നുണ്ട്. വസ്തുവിൻ്റെ ജ്ഞാനം, ശബ്ദം, അർത്ഥം എന്നിവയെ ഒഴിവാക്കി അതുണ്ടാക്കുന്ന ശബ്ദവും അർത്ഥവും ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം മാത്രം. ശബ്ദവും അർത്ഥവും എന്ന് പറയുന്നത് സ്മരണയാണ്. ശബ്ദം കേട്ട് അർത്ഥം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് സ്മരണയാണ്, സ്മൃതിയാണ്. അത് ഈ നിർവിതർക്കത്തിൽ ഇല്ല. അപ്പോഴെന്താണോ കേൾക്കുന്നത് അതിൻ്റെ ജ്ഞാനം, അതിൻ്റെ അറിവ് മാത്രം ഉള്ളിൽ പ്രകാശിക്കുന്നു. ഇതാണ് വ്യാസം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി വാചസ്പതി മിശ്രയുടെ വ്യാഖ്യാനം നോക്കാം. ഇവിടെ സ്മൃതി പരിശുദ്ധി എന്നത് വാസനകൾ, അവശിഷ്ട മുദ്രകൾ, അതായത് പദാർത്ഥവുമായി വാക്കാലുള്ള പഴയ ബന്ധങ്ങൾ, സങ്കല്പപരമായ വ്യത്യാസങ്ങൾ, വസ്തുവുമായി ബന്ധപ്പെട്ട മുന്നറിവുകൾ തുടങ്ങിയവ നിർവിതർക്കത്തിൽ ഇല്ലാതാകുന്നു. ഇതാണ് സ്മൃതി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം. സവിതർക്ക സമാപത്തിയിൽ സ്മൃതി ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ സവിതർക്കത്തിൽ നിന്നും നിർവിതർക്കത്തിലേക്ക് എത്തുമ്പോഴേക്കും
നമ്മുടെ സമാപത്തി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയാം. സ്വരൂപശൂന്യയുവ, മനസ്സ് സ്വന്തം സ്വഭാവം ഇല്ലാത്തതുപോലെയായി മാറുന്നു എന്നർത്ഥം. ചിത്തം, മനസ്സ് സ്വന്തം സ്വഭാവത്തെ, അതിൻ്റെ വൃത്തികളെ ഈ സന്ദർഭത്തിൽ പ്രതിഫലിപ്പിക്കുന്നില്ല, മറിച്ച് വസ്തുവിനെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു. ഒരു ശുദ്ധമായ സ്ഫടികം പോലെ മനസ്സ് മാറുന്നു. സൂത്രം 41 വ്യാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ വൃത്തികളൊന്നുമില്ലാത്ത അവസ്ഥയിൽ പ്രകാശരൂപിയായ സ്ഫടികമണി പോലെ ചിത്തം പ്രകാശിക്കുകയും സ്ഫടികമണിയിൽ സ്പർശിക്കുന്ന വിഷയരൂപത്തിലും നിറത്തിലും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയാണ് നിർവിതർക്ക സമാപത്തിയിൽ സംഭവിക്കുന്നത്. ഇതിനർത്ഥം മനസ്സ് അത് സ്വന്തമായി ഒന്നും പ്രക്ഷേപണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വസ്തുവിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിന് അനുയോജ്യമായ ഒരു മാധ്യമമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് അർത്ഥമാത്ര നിർഭാസം എന്ന് പറയുന്നത്. ആ സമയത്ത് ഉള്ളിൽ ഒന്ന് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ശുദ്ധവും മാറ്റമില്ലാത്തതുമായ മാനസികാവസ്ഥയാണ്. മനസ്സ് ശൂന്യമല്ല, മറിച്ച് ഒരു വസ്തുവിനെ കുറിച്ചുള്ള ദ്വന്ദ്വഭാവങ്ങളൊന്നുമില്ലാത്ത വ്യക്തമായ ഒരു അവബോധം ഉണ്ടാക്കുകയാണ് നിർവിതർക്ക സമാപത്തിയിൽ സംഭവിക്കുന്നത്.